ഹായ്, ഇന്നത്തെ ഒരു ചെറിയ ലഞ്ച് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറാണ് കേട്ടോ. ചോറിലേക്ക് ഉണക്ക ചെമ്മീൻ കറി മത്തി പൊരിച്ചതാണ്. നമുക്ക് ആദ്യം ഉണക്ക ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിലൊരു മിക്സിയുടെ ജാറിൽ തേങ്ങയും ചുവന്നുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ നമുക്ക് പുളിങ്ങ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. പിന്നെ അരച്ചെടുത്ത ഇത് നമുക്കൊരു വേറൊരു പാത്രത്തേക്ക് ഒഴിക്കാം, അടുപ്പത്ത് വെക്കാൻ. അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. എന്നിട്ട് ഒരു തക്കാളിയും 2 പച്ചമുളകും അരിഞ്ഞിടാം. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടുക. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുക്കാം. കഴുകിയ ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. അത് നന്നായിട്ട് ഒരു പാനിലിട്ടിട്ട് വറുത്തെടുക്കാം. കറി തിളച്ച് വരുമ്പോഴത്തേനും ഈ ഉണക്കച്ചെമ്മീൻ നമുക്കതിലിടാം. എന്നിട്ട് ഉപ്പ് നോക്കി നോക്കുക കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് തിളച്ച് വരുന്ന വരെ നമുക്കത് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് നോക്കിയിട്ട് അടച്ച് വെക്കാം. തിളച്ച് വരുമ്പോൾ നന്നായി നോക്കാം, ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഒന്ന് കുറുകണ വരെ ഇതാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പാനിൽ ചട്ടി ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കടുക് ഇടാം, 2 വറ്റൽമുളക് ഇടാം. എന്നിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ കറി റെഡിയായി, ഉണക്കച്ചെമ്മീൻ. ഇനി അടുത്തത് എന്ന് പറയുന്നത് മത്തി പൊരിക്കാനാണ്. മത്തി കഴുകി വെക്കുക. കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മത്തി അതിലേക്കിടാം. നന്നായിട്ട് മസാല തേച്ചെടുക്കുക കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലാക്കാം. നമുക്ക് ചട്ടി വെക്കാം അടുപ്പത്ത്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഏതെണ്ണ യൂസ് ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായപ്പോൾ മത്തി ഇട്ടു. അതിന് കുറച്ച് വെളുത്തുള്ളി ചതച്ചിടുക കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഇടാറുണ്ട്, നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായി മരിഞ്ഞ് വരുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തേക്ക് ഇടാം. പിന്നെ ചോറും കുക്കറിലാണ് ഇട്ട് ചോറ് വെക്കുക. ചോറ് റെഡിയായി. ഇപ്പോൾ ചോറും ചെമ്മീൻ കറിയും